AVT പ്രീമിയം വനിതാരത്നം വേദിയിലെത്തുന്നത് സോണിയ വിൽസൺ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഹായ് സോണിയ. സോണിയ ഒരു പെട്ടെന്നൊരു സാരി കൊടുത്ത് പെർഫോം ചെയ്യുന്നൊന്നും ഇല്ലേ? ഒരു പെർഫോം ചെയ്യാൻ വരുന്ന ഒരു ലുക്കൊന്നും ഇല്ല കണ്ടിട്ട്. ഇത് ഗൾഫിൽ നിന്ന് ഭർത്താവ് വരുമ്പോൾ ഒരുങ്ങണുള്ളൂ. ഒരു ആത്മകഥാംശിയായിട്ടുള്ള ഒരു പോർഷൻ ആണോ? അങ്ങനെയൊന്നുമില്ല. അതിൽ പക്ഷെ പ്ലെയിൻ ക്രാഷ് ഒക്കെ വരുന്നുണ്ട്. അത് അത്രയൊന്നും പോയിട്ടില്ല. ഓക്കെ, കുഴപ്പമില്ല. ജഡ്ജസ് നമസ്കാരം. നമസ്കാരം. ഗൾഫിൽ നിന്നാണ് ഹസ്ബൻഡ് വരുന്നത് അല്ലേ ക്യാരക്ടറിൻ്റെ? അതെ അതെ. ശരി, ഓക്കെ. അപ്പം എന്തൊക്കെയായിരുന്നു ഇതിൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ എങ്ങനെയൊക്കെയായിരുന്നു? കേൾക്കട്ടെ. ഇത് കുറേ എനിക്ക് കാത്തിരിപ്പ് എന്ന് സബ്ജക്റ്റ് കിട്ടിയപ്പോഴേ എനിക്ക് ഫസ്റ്റ് ഇതാണ് തോന്നിയത്. ഞാനും കാത്തിരിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് ഉണ്ടായിരുന്നു അല്ല കാത്തിരിപ്പ് എപ്പോഴും ഉണ്ടാവണതാണല്ലോ. അപ്പോൾ ഈ പ്രാവശ്യം ഇതേപോലെ കാത്തിരുന്നിട്ട് ആൾ വന്നില്ല. ശരിക്കും വന്നില്ല. അപ്പോൾ അതേപോലെ തന്നെ കാത്തിരിപ്പെന്ന് സബ്ജക്റ്റ് കിട്ടിയപ്പോഴേ എനിക്ക് അതാ ഓർമ്മ വന്നത്. അപ്പം നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട കാര്യമില്ല, നമ്മളൊക്കെ നേരെ ബിഹേവ് ചെയ്യാൻ സ്റ്റേജിൽ. അങ്ങനെയൊന്നുമില്ല, എന്നാലും കുറച്ചൊക്കെ. അതെ, നമുക്ക് നോക്കാം. നമുക്ക് നോക്കാം. ഓക്കെ സോണിയ, ആശംസകൾ. താങ്ക് യു. ഹലോ, ആ റോയിച്ചനോ? എന്താ റോയിച്ച ഇതുവരെയും പുറപ്പെട്ടില്ലയോ? സമയം എത്രയായിരുന്ന വിചാരം? 4:30 ഫ്ലൈറ്റിനല്ലേ വരണേ? 3 മണിക്കൂർ മുമ്പ് ഇൻഫോം ചെയ്യണ്ടേ? ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. ഞാനും അമ്മച്ചി എത്തുന്നുണ്ട്. ഇവിടെ ഡ്രൈവറോടെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. 8:30 ആകുമ്പോഴേക്കും ഞങ്ങൾ എയർപോർട്ടിൽ എത്തും. എന്താ റോയിച്ച എങ്ങനെയൊക്കെ? ഇല്ല, പരിഭവം പറയണതല്ല. ശരി. ആരാടി മോളെ വിളിച്ചത്? റോയിച്ചനാണോ അമ്മച്ചി? അല്ലയോ, അവന് ഇതുവരെയ്ക്ക് പുറപ്പെട്ടില്ലേ? സമയം എത്രയെന്ന വിചാരം? ഈ ചെക്കനെ കൊണ്ട് ഞാൻ തോറ്റു. കഴിഞ്ഞ പ്രാവശ്യത്തെ ലീവിന് വന്നില്ലേ, ആ വികാരിയച്ഛനൊന്ന് കാണാൻ പറഞ്ഞിട്ട് എത്ര കാലമായി പറയണു. അവന് പറ്റില്ല. അന്ന് ഇപ്രാവശ്യം വന്നാലോ? അതെങ്കിലും സാധിച്ചാൽ മതിയായിരുന്നു. ഇവനെ കൊണ്ട് ഞാൻ തോറ്റു. നീ ഒരു കാര്യം ചെയ്യേ, വേഗം ചെന്ന് ഒരുങ്ങി നല്ല സുന്ദരിയായിട്ട് ഇങ്ങോട്ട് വാ. അവനറിയട്ടെ ഞാൻ മോളെ സുന്ദരിയായിട്ട് ഞാൻ നോക്കണേന്ന്. വേഗം ചെല്ല്, അപ്പോഴേക്കും അമ്മച്ചി ഒന്ന് ഒരുങ്ങിയിട്ട് വരട്ടെ. ഈ അമ്മച്ചീനെ കൊണ്ട് വയ്യ. നാദാ നീ വരും കാലൊച്ച കേൾക്കുവാൻ കാതോർത്തു ഞാനിരുന്നു. താവക നിന്നിൽ പക്ഷികൾ തൂവൽ വിരിച്ചു നിന്നു. നാദാ നീ കാലൊച്ച ത്രെഡിങ് ഒന്നും ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഒരു കാര്യമില്ല. ത്രെഡിങ് ശരിയായിട്ടില്ല. പൗഡറാണെങ്കിൽ 1 മാസം മുമ്പ് വാങ്ങിയതാ, അത് കഴിയുകയും ചെയ്തു. സ്ട്രെയിറ്റ് ആയിരുന്നു. മുടി ചുരുട്ടി വെച്ചാൽ മതിയോ? ശരിയായിട്ടില്ല. അയ്യോ, 6:30 അമ്മച്ചി 6:30 ആയിട്ടാ. സീരിയൽ തുടങ്ങി. 6:30 സീരിയൽ ഞാൻ മുടക്കില്ലേ? പിന്നെ റോയിച്ചൻ വന്ന് ഇത് കാണാനും പറ്റില്ല. വേഗം വന്നോ. പ്രധാന വാർത്തകൾ വീണ്ടും. മൂന്നാറിൽ ദൗത്യസേന പ്രമുഖരുടെ വൻ റിസോർട്ടുകൾ ഇടിച്ചു നിർത്തൽ തുടർന്നുകൊണ്ടിരിക്കുന്നു. അബുദാബിയിൽ നിന്നും ഇന്ന് വൈകിട്ട് 4:45 കൊച്ചിയിലേക്ക് പറന്നുയർന്ന എയർ ഇന്ത്യയുടെ 142 നമ്പർ ഫ്ലൈറ്റ് അറബിക്കടലിൽ തകർന്നു വീണു. കൂടുതൽ വിവരങ്ങൾ അറിവായിട്ടില്ല.
തന്നെയായിരുന്നു ഞാൻ പഠിപ്പിച്ച് വലുതാക്കിയത്. എന്നെ ഈ പെണ്ണിനെ തഞ്ചേക്ക് നീ പോയല്ലോടാ. അയ്യോ എനിക്കിത് കേൾക്കാൻ വയ്യേ. അയ്യോ എന്റെ മോളെ, നമുക്കിനി ആരുണ്ടടി, നമുക്കിനി ആരുണ്ടടി. അയ്യോ മോളെ, എന്റെ മോളെ. അയ്യോ 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 എന്റെ റോജ, 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 അമ്മച്ചി, 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 നമ്മുടെ റോജ, റോജ ഒന്ന് വേഗം വാ റോജ. എനിക്കിനി വയ്യ, എനിക്ക് വയ്യ. റോജ ഒന്ന് വേഗം വാ, ഞങ്ങൾ കാത്തിരിക്കും റോജ. അമ്മച്ചി, അമ്മച്ചി ഒന്ന് സംസാരിക്കാം അമ്മച്ചി, നമ്മുടെ റോജന് അമ്മച്ചി ഒന്ന് സംസാരിക്കേ. റോജ അമ്മച്ചി ആകെ തകർന്ന് കിടക്കാം. ടി വിയിൽ പറഞ്ഞ് തകർന്ന് കിടക്കുക. ഒന്ന് വേഗം വാ, ഒന്ന് വേഗം വാ. ദൈവം കാത്തമ്മച്ചി, റോജിനൊന്നും പറ്റിയില്ല.